ഇതൊക്കെ ഈ കേസിന്റെ മറ്റൊരു വശമാണ്. ഇടിച്ചുകൊല്ലാൻ ശ്രമിച്ചതിന്റെ മോട്ടീവ് എന്താണെന്നും ആരാണിതിന്റെ പിന്നിലെന്നും മനസ്സിലാകണമെങ്കിൽ ആ ടിപ്പർ ഡ്രൈവറെ തന്നെ നമുക്ക് കിട്ടണം. അവനെ നമ്മൾ ചോദ്യം ചെയ്യണം. ആ ടിപ്പർ ഡ്രൈവറെ മധുവിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി സത്യം പറയിപ്പിക്കണം സർ. എന്നാ മാത്രമേ അയാളത് വിശ്വസിക്കൂ. അതിന് ടിപ്പർ ഗണേഷിനെ നമുക്ക് കിട്ടണ്ടേ? അത്ര എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന ഒരാളല്ല ടിപ്പർ ഗണേഷ്. ഈ നഗരത്തിലെ ചേരികളും ലോറി താവളങ്ങളും ഒക്കെയാണ് അയാളുടെ കേന്ദ്രങ്ങൾ. പോലീസ് പോലും കയറാൻ മടിക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ നിയമ സംവിധാനത്തിനും പോലീസിനും അയാളെ പോലെ ഒരു ഗുണ്ടയെ പേടിയാണോ സർ? ആ ചേരിയിലൊക്കെ കയറാൻ ഞങ്ങൾക്ക് മുകളിൽ നിന്ന് അനുവാദം വേണം. അതിനൊക്കെ ഒരുപാട് താമസം വരും. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്കേ സാധിക്കൂ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും സർ? സാറ് പറയുന്ന എന്ത് കാര്യം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തോളാം. അയാളെ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. സർ, പിടിച്ചു കിട്ടിയിട്ടാണെങ്കിലും ടിപ്പർ ഗണേശനെ മധുവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്താം. അതത്ര ഈസിയല്ല. ചെന്ന് ചോദിച്ചാൽ ഉടൻ അവൻ സത്യവും പറയില്ല. അതല്ല, ഒറ്റയ്ക്ക് ചെന്ന് ബലം പ്രയോഗിച്ചാലും കീഴടക്കാൻ സച്ചിക്ക് സാധിക്കില്ല. അതിനെന്തെങ്കിലും തന്ത്രം ഉപയോഗിക്കണം. തന്ത്രപരമായ ഒരു സമീപനത്തിൽ മാത്രമേ അവന്റെ താവളത്തിൽ കയറാൻ പറ്റൂ. ഞാനൊരു പ്ലാൻ പറയാം. അർച്ചനയ്ക്ക് അവനെ ഡീൽ ചെയ്യാൻ പറ്റും. ഞാനീ പറഞ്ഞ 2 സ്ഥലങ്ങളിൽ അവനുണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് നിങ്ങൾ സ്പ്ലിറ്റായി 2 വഴികളിലൂടെ വേണം അവിടെ ചെന്നെത്താൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി സർ. എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും എടോ 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 എഴുന്നേക്കടോ. അർച്ചന, എന്താ എന്തു പറ്റി? ആരേത്? സച്ചേട്ടാ, ഇതാ ടിപ്പർ ഗണേഷ്. ഇയാളുടെ ബോധം പോയി. സച്ചേട്ടാ, ഇയാളെ എങ്ങനെയെങ്കിലും നമുക്ക് കൊണ്ടുപോയേ പറ്റൂ. ഇവന്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. കുറച്ചുപേർ എന്റെ പിന്നാലെ ഉണ്ട്. ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമുക്ക് കൊണ്ടുപോകണം. കേട്ടാ, നിങ്ങൾ എന്തേ കാണിക്കും? മഹാപാപം ചെയ്യരുത്. ഗർഭിണിയായ തന്റെ സഹോദരി കൊല്ലപ്പെട്ടതിന് പകരം വേണമെങ്കിൽ ഗർഭിണിയായ എന്നെ നീ കൊന്നോ. എന്നിട്ട് ഇവരെല്ലാം വിട്ടേക്ക്. നിന്റെ സഹോദരി പോലൊരു പെണ്ണല്ലേ ഞാനും. ഈ അവസ്ഥയില് എന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്ത് പറയുക, അനുപേട്ടൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഈ ടിപ്പർ ഗണേശ് അനുപേട്ടനെ ടിപ്പർ ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റൊരബദ്ധം ലക്ഷ്മിയുടെ മരണം. എന്റെ കുഞ്ഞ് ഞാൻ ഈ പറയുന്ന കേൾക്കുന്നുണ്ടാവും. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ അതിന്റെ ദോഷം എന്റെ കുഞ്ഞിന് കിട്ടിക്കോട്ടെ. എന്റെ കുഞ്ഞിന് ദോഷം വരുന്ന ഒരു കള്ളം ഞാൻ പറയൂ.
ദയവ് ചെയ്ത് ഇവരെ മൂന്നുപേരെയും വെറുതെ വിടണം. അവർക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാ. അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അനൂപ് ഇതിലെ മനഃപൂർവ്വം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. തെറ്റുപറ്റിയത് നിനക്കാ. അതോ ഗർഭിണിയായ തന്റെ അനിയത്തി മരിച്ചതിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. ഞാൻ തന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. തന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയാ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ.